നമസ്കാരം. ശ്രീസ് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 50 GKയുടെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. PSC എക്സാമിന് നമ്മൾ എങ്ങനെയാണോ പരീക്ഷ എഴുതുന്നത് അതുപോലെ അറിയാവുന്നത് മാത്രം എഴുതാൻ ശ്രമിക്കുക. പരമാവധി നെഗറ്റീവിനെ കുറയ്ക്കുക. അങ്ങനെ എഴുതി നോക്കുക. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ, തിരുവനന്തപുരം. അപ്പോൾ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. എന്നാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി അതെവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എവിടെ സ്ഥിതി ചെയ്യുന്നു? ആലപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പഞ്ചകർമ്മ അത് തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ്. എവിടെയാണ്? ചെറുതുരുത്തി. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ആണെങ്കിൽ തൃശ്ശൂരാണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് എവിടെയാണ്? തൃശ്ശൂരാണ്. ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ്. ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ്. അപ്പോൾ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ആണെങ്കിൽ ആലപ്പുഴയാണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പഞ്ചകർമ്മയാണെങ്കിൽ എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ: കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, നൂൽപ്പുഴ. നൂൽപ്പുഴ പഞ്ചായത്ത് എവിടെയാണ്? വയനാട് ജില്ലയിലാണ് നൂൽപ്പുഴ. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉത്തരമഹാസമതലം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തരമഹാസമതലമാണ്. ഉത്തരമഹാസമുദ്രത്തിലെ പ്രധാന മണ്ണിനമാണ് എക്കൽ മണ്ണ്. അപ്പോൾ ഉത്തരമഹാസമുദ്രത്തിലെ പ്രധാന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ത്രികോണാകൃതിയിലുള്ള പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ത്രികോണാകൃതിയാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ത്രികോണാകൃതിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ത്രികോണാകൃതിയിലുള്ള പീഠഭൂമി ഏതാണ്? അത് ഡെക്കാൻ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഏത്? ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം അതേതാണ്? അത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉത്തരമഹാസമുദ്രത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി അതേതാണ്? അത് ഉത്തരമഹാസമതലമാണ്. അതുപോലെ ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം, ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നതും ഏതിനെയാണ്? ഉത്തരമഹാസമതലത്തെയാണ്. എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഉത്തരമഹാസമതലമാണ്. ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഉത്തരമഹാസമതലമാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തരമഹാസമതലമാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം, ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നതും ഏതിനെയാണ്? ഉത്തരമഹാസമതലത്തെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പരുത്തി. അപ്പോൾ റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണ്? പരുത്തി കൃഷിയാണ്.
റബ്ബർ കൃഷിക്ക് യോജിച്ച മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഏതാണ് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത്? ലാറ്ററൈറ്റ് മണ്ണാണ് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. ജലസംഭരണ ശേഷി കൂടിയ മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കറുത്ത പരുത്തി മണ്ണാണ്. ജലസംഭരണ ശേഷി ഏറ്റവും കൂടിയ മണ്ണാണ് കറുത്ത പരുത്തി മണ്ണ്. നെൽകൃഷിക്ക് യോജിച്ച മണ്ണാണ് എക്കൽ മണ്ണ്. നെൽകൃഷിക്ക് യോജിച്ച മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ്. ചെമ്മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് റാഗി, പുകയില, നിലക്കടല. അപ്പോൾ ചെമ്മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ്? റാഗി, പുകയില, നിലക്കടല, ഇതൊക്കെ ചെമ്മണ്ണിൽ കൃഷി ചെയ്യുന്നു. അതുപോലെ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ്. ലാറ്ററൈറ്റ് മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് അയൺ ഓക്സൈഡ് ആണ്. അപ്പോൾ ലാറ്ററൈറ്റ് മണ്ണിന് ചുവപ്പ് നിറം കൊടുക്കുന്നത് എന്താണ്? അയൺ ഓക്സൈഡ് ആണ് ലാറ്ററൈറ്റ് മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗണ്ട് സിൻഡ്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ, മേഘാലയ. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? മൗണ്ട് സിൻഡ്രം ആണ്. മൗണ്ട് സിൻഡ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മേഘാലയയിലാണ്. വർഷം തോറും മഴയ്ക്ക് കാരണമാകുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ശാഖ ഏതാണെന്ന് ചോദിച്ചാൽ അത് ബംഗാൾ ഉൾക്കടൽ ശാഖയാണ്. ഏതാണ്? ബംഗാൾ ഉൾക്കടൽ ശാഖ. വർഷം തോറും മഴയ്ക്ക് കാരണമാകുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ശാഖ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബംഗാൾ ഉൾക്കടൽ ശാഖയാണ്. അപ്പോൾ മൗണ്ട് സിൻഡ്രം സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് ഖാസി മലനിര. മൗണ്ട് സിൻഡ്രം ഏത് മലനിരകളിലാണ്? ഖാസി മലനിരകളിലാണ്. ഖാസി മലനിര എവിടെയാണ്? മേഘാലയയിലാണ് ഖാസി മലനിര. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലോക ഓസോൺ ദിനം എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സെപ്റ്റംബർ 16. ലോക ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16 UN ജനറൽ അസംബ്ലി സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി പ്രഖ്യാപിച്ച വർഷം 1994. അപ്പോൾ 1994 UN ജനറൽ അസംബ്ലി സെപ്റ്റംബർ 16 ഓസോൺ ദിനമായിട്ട് പ്രഖ്യാപിച്ചത്. 1987 മോൺട്രിയൽ പ്രോട്ടോകോൾ ഉടമ്പടിയിൽ ഒപ്പുവെച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് സെപ്റ്റംബർ 16 എന്തായിട്ട് ആചരിക്കുന്നത്? ലോക ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ മോൺട്രിയൽ പ്രോട്ടോകോൾ എന്നാണ്? 1987 മോൺട്രിയൽ പ്രോട്ടോകോൾ ഉടമ്പടി. മാർച്ച് 21 പ്രത്യേകത എന്താണ്? മാർച്ച് 21 വനദിനമാണ്. മാർച്ച് 21 എന്താണ്? വനദിനമാണ്. മാർച്ച് 21. മാർച്ച് 22 ജലദിനം. മാർച്ച് 22 ആണെങ്കിൽ ജലദിനം. മാർച്ച് 23 കാലാവസ്ഥാ ദിനം. മാർച്ച് 21 വനദിനം. മാർച്ച് 22 ജലദിനം. മാർച്ച് 23 കാലാവസ്ഥാ ദിനം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയിൽ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, മണികരൻ. ഇന്ത്യയിൽ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണ്? മണികരനാണ്. മണികരൻ ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശിലാണ് മണികരൻ. മണികരൻ എവിടെയാണ്? ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശിലാണ് മണികരൻ. ഇന്ത്യയിലെ ആദ്യ പരീക്ഷണ ജിയോ തെർമൽ പ്ലാന്റ് ആണ് മണികരൻ. മണികരൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഇന്ത്യയിൽ ജിയോ തെർമൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശങ്ങളാണ് തത്തപ്പാനി, കാംബെ, പുഗാവാലി. എവിടേക്കാണ്? തത്തപ്പാനി ഛത്തീസ്ഗഡ്, കാംബെ ഗുജറാത്ത്, പുഗാവാലി ലഡാക്ക്. ഇവിടെയൊക്കെ ഇന്ത്യയിൽ ജിയോ തെർമൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. അപ്പോൾ എന്താണ് ജനസാന്ദ്രത എന്ന് വെച്ചാൽ ഓരോ ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തുള്ള ശരാശരി ജനസംഖ്യയാണ് എന്ത് പറയുന്നത്? ജനസാന്ദ്രത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തുള്ള ജനസംഖ്യയുടെ ശരാശരിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനസാന്ദ്രത എന്ന് പറയുന്നത്. അപ്പോൾ അരുണാചൽ പ്രദേശിലെ ജനസാന്ദ്രത എത്രയാണ്?
17 17 ഒരു ചതുരശ്ര കിലോമീറ്ററിലെ ജനസംഖ്യയുടെ ശരാശരി എന്ന് പറയുന്നത് 17. അപ്പോൾ അരുണാചൽ പ്രദേശിലെ ജനസാന്ദ്രത എത്രയാണ്? 17. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, സോജില. ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? സോജില ചുരമാണ്. ചുരങ്ങൾ എന്നാൽ ഉയരമുള്ള പർവ്വതങ്ങൾ കുറുകെയുള്ള പ്രകൃതിദത്തമായ വിടവുകളാണ് ചുരങ്ങൾ. ഉയരമുള്ള പർവ്വതങ്ങൾക്ക് കുറുകെയുള്ള പ്രകൃതിദത്തമായ വിടവുകളെ എന്ത് വിളിക്കുന്നു? ചുരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഉത്തരേന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരമാണ് ബോലാൻ ചുരം. അപ്പോൾ ബോലാൻ ചുരത്തെ എന്താണ് അറിയപ്പെടുന്നത്? ഉത്തരേന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നാണ് എന്തിനെ അറിയപ്പെടുന്നത്? ബോലാൻ ചുരത്തെ അറിയപ്പെടുന്നത്. കേരളത്തിലേക്കുള്ള കവാടം ഏതാണ്? കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് പാലക്കാട് ചുരമാണ്. അപ്പോൾ കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ഏതാണ്? പാലക്കാട് ചുരമാണ്. ഡെക്കാണിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്നത് അസിൻഗഡ് ചുരമാണ്. അസിൻഗഡ് ചുരം. ഡെക്കാണിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്നത് അസിൻഗഡ് ചുരമാണ്. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്ക്. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഏതാണ്? ലഡാക്കാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഉയരമുള്ള പർവ്വതങ്ങൾക്ക് കുറുകെയുള്ള പ്രകൃതിദത്തമായ വിടവുകളെ ചുരങ്ങൾ എന്ന് പറയുന്നു. ഉത്തരേന്ത്യയിലേക്കുള്ള പ്രവേശന കവാടമാണ് ബോലൻ ചുരം. കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് പാലക്കാട് ചുരമാണ്. ഡെക്കാണിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്നത് അസിൻഗഡ് ആണ്. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഏതാണ്? ലഡാക്ക്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഖാരിഫ്. അപ്പോൾ ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏതാണ്? ഖാരിഫാണ്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും എത്ര കാർഷിക കാലമാണുള്ളത്? 3 കാർഷിക കാലമാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഉള്ളത്. ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സൈദ്. ഇങ്ങനെ 3 കാർഷിക കാലമാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഉള്ളത്. മൺസൂണിന്റെ ആരംഭത്തോടെ കൃഷി ഇറക്കി മൺസൂണിന്റെ അവസാനത്തോടെ വിളവെടുക്കുന്ന കാർഷിക കാലമാണിത്, ഖാരിഫ്. അപ്പോൾ ഖാരിഫ് എന്താണ്? മൺസൂണിന്റെ ആരംഭത്തോടെയാണ് കൃഷി ഇറക്കുന്നത്. മൺസൂണിന്റെ അവസാനത്തോടെ വിളവെടുക്കുന്ന കാർഷിക കാലത്തെ എന്ത് പറയും? അതാണ് ഖാരിഫ് കാലം. ശൈത്യകാലത്തിന്റെ ആരംഭത്തോടെ വിളവിറക്കുകയും വേനലിന്റെ ആരംഭത്തോടെ വിളവെടുക്കുകയും ചെയ്യുന്ന കാർഷിക കാലത്തെ എന്ത് വിളിക്കും? റാബി എന്ന് പറയും. എന്താണ്? ശൈത്യകാലത്തിന്റെ ആരംഭത്തോടെ വിള ഇറക്കുകയും വേനലിന്റെ ആരംഭത്തോടെ വിളവെടുക്കുകയും ചെയ്യുന്ന കാർഷിക കാലത്തെ എന്ത് പറയുന്നു? റാബി കാലം എന്നാണ് പറയുന്നത്. ഈ കാലത്തെ കുറഞ്ഞ ഊഷ്മാവ് സമശീതോഷ്ണ മിതോഷ്ണ വിളകളായ ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് തുടങ്ങിയവയുടെ കൃഷിക്ക് അനുയോജ്യമാണ്. അപ്പോൾ ഈ റാബി വിളയുടെ സമയത്ത് കുറഞ്ഞ ഊഷ്മാവായിരിക്കും. സമശീതോഷ്ണ മിതോഷ്ണ വിളകളായ ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് തുടങ്ങിയവയുടെ കൃഷിക്ക് അനുയോജ്യമാണേത്? റാബി കാലം. അടുത്തതാണ് സൈദ് കാലം. വേനലിന്റെ ആരംഭത്തോടെ വിളവിറക്കുകയും മൺസൂണിന്റെ ആരംഭത്തിൽ വിളവെടുക്കുകയും ചെയ്യുന്ന കാർഷിക കാലമാണിത്, സൈദ് കാലം. റാബി വിളകളുടെ വിളവെടുപ്പിന് ശേഷമാണ് ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണേത്? സൈദ് കാലം. റാബി വിളകളുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലം ഏതാണ്? സൈദ് കാലമാണ്. അപ്പോൾ സൈദ് വിളകൾ ഏതൊക്കെയാണ്? തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറികൾ, കാലിത്തീറ്റകൾ ഒക്കെയാണ് പ്രധാനപ്പെട്ട സൈദ് വിളകൾ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, NW2. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏതാണ്? NW2. ദേശീയ ജലപാതകളിൽ ആദ്യത്തെയും ഏറ്റവും നീളം കൂടിയതുമായ ജലപാതയാണ് NW1. അപ്പോൾ ദേശീയ ജലപാതകൾ ആദ്യത്തെയും ഏറ്റവും നീളം കൂടിയതുമായ ജലപാത ഏതാണ്? NW1 ആണ്.
ചമ്പക്കര, ഉദ്യോഗമണ്ഡൽ എന്നീ കനാലുകൾ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ജലപാതയാണ് NW3. അപ്പോൾ NW3 വെസ്റ്റ് കോസ്റ്റ്, ചമ്പക്കര, ഉദ്യോഗമണ്ഡൽ എന്നീ കനാലുകൾ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ജലപാത ഏതാണ്? NW3 ആണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാതയാണ് NW3. അപ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാത ഏത്? NW3 ആണ്. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത 5. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? ദേശീയ ജലപാത 5 ആണ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത 3. ദേശീയ ജലപാത 3 ആണ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത്. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 5 ആണ്. അപ്പോൾ NW1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഹാൽഡിയ ടു അലഹബാദ്. ഏതാണ്? ഹാൽഡിയ ടു അലഹബാദ് ആണ് NW1 ബന്ധിപ്പിക്കുക. ഹാൽഡിയ ടു അലഹബാദ്. ഇത് ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി വരെ നീണ്ടു കിടക്കുന്ന ജലപാതയാണിത് NW1. ഏതൊക്കെയാണ്? ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി എന്നീ നദികൾ നീണ്ടു കിടക്കുന്ന ജലപാതയാണിത് NW1. NW2 ആണെങ്കിൽ സാദിയ, ധൂബ്രി വരെ നീണ്ടു കിടക്കുന്ന ജലപാതയാണിത് NW2. ഇതേത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. NW3 ആണെങ്കിൽ കൊല്ലം ടു കോഴിക്കോട്, വെസ്റ്റ് കോസ്റ്റ്, ചമ്പക്കര, ഉദ്യോഗമണ്ഡൽ എന്നീ കനാലുകളിലായിട്ട് കിടക്കുന്ന ജലപാതയാണ് NW3. NW4 കാക്കിനാട ടു പുതുച്ചേരി. NW4 ആണെങ്കിൽ കാക്കിനാട ടു പുതുച്ചേരി. ഗോദാവരി, കൃഷ്ണ എന്നീ നദികളിലായിട്ട് നീണ്ടുകിടക്കുന്ന ജലപാതയാണ് ഏത്? NW4. NW5 ബ്രാഹ്മണി, മഹാനദി എന്നീ നദികളിലൂടെ നീണ്ടുകിടക്കുന്ന ജലപാതയാണ് താൽച്ചർ ടു ധാംറ. അതാണ് NW5. അപ്പോൾ NW5 ആണ് ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1946 ഡിസംബർ 9. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്നാണ്? 1946 ഡിസംബർ 9. പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷനാരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. സ്ഥിരം അധ്യക്ഷനാരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് സ്ഥിരം അധ്യക്ഷൻ. സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തത് 1946 ഡിസംബർ 11. അപ്പോൾ താൽക്കാലിക അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. 1946 ഡിസംബർ 9. സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ്. എന്നാണ്? 1946 ഡിസംബർ 11 സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 1, 2, 3 ഇവ മൂന്നും ശരിയാണ് എന്നാണ് ഓപ്ഷൻ ബി പറയുന്നത്. എന്തൊക്കെയാണ്? പ്രസ്താവന 1, 2, 3 ശരിയാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി പറയുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ശരിയാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. ഇതും ശരിയാണ്. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഇതും ശരിയാണ്. അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന ഈ 3 പ്രസ്താവനകളും ശരിയാണ്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 2002 86 ഭരണഘടനാ ഭേദഗതി. 86 ഭരണഘടനാ ഭേദഗതിയാണ്
6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി അത് എത്രാം ഭേദഗതി ബില്ലാണ്? 93-ാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. എന്ത്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ബില്ല് എത്രയാണ്? 93. 2002 86-ാം ഭരണഘടനാ ഭേദഗതി, 93-ാം ഭരണഘടനാ ഭേദഗതി ബില്ല്. വിദ്യാഭ്യാസ മൗലികാവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ അത് 21A ആണ്. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് 2009 ഓഗസ്റ്റ് 26-നാണ്. എന്നാണ് 2009 ഓഗസ്റ്റ് 26-നാണ് വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത്. ഇത് നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ് നിലവിൽ വന്നത്. 2010 ഏപ്രിൽ 1-ന് നിലവിൽ വന്നു. അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് 2009 ഓഗസ്റ്റ് 26-നാണ്. നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസദ്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17-കാരി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മലാല യൂസഫ്സായി. ആരാണ്? മലാല യൂസഫ്സായി ആണ്. മലാലയുടെ തൂലികാ നാമം എന്താണ്? ഗുൽമഖായി എന്നാണ് മലാലയുടെ തൂലികാ നാമം. ഗുൽമഖായി. എന്താണ്? ഗുൽമഖായി എന്നതാണ് മലാലയുടെ തൂലികാ നാമം. മലാല ഡേ എന്നാണ് ജൂലൈ 12 മലാല ഡേ. മലാല ഡേ എന്നാണ് ജൂലൈ 12 മലാല ഡേ. മലാലയുടെ പ്രധാന കൃതിയാണ് ഐ ആം മലാല. ഐ ആം മലാല. ഏതാണ്? ഐ ആം മലാലയാണ് പ്രധാന കൃതി. ഒരു കുട്ടിക്കും ഒരു അധ്യാപകനും ഒരു പേനയ്ക്കും ഒരു പുസ്തകത്തിനും ലോകത്തെ മാറ്റാൻ കഴിയുമെന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? മലാലയാണ്. അപ്പോൾ എന്താണ് മലാല അഭിപ്രായപ്പെട്ടത്? ഒരു കുട്ടിക്കും ഒരു അധ്യാപകനും ഒരു പേനയ്ക്കും ഒരു പുസ്തകത്തിനും ലോകത്തെ മാറ്റാൻ കഴിയും എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? മലാലയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. അപ്പോൾ മലാലയുടെ തൂലികാ നാമം എന്താണ്? ഗുൽമഖായി എന്നാണ്. മലാല ഡേ എന്നാണ്. ജൂലൈ 12 പ്രധാന കൃതി ഐ ആം മലാല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആന്ധ്രാപ്രദേശ്. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയത് ആരാണ്? പിംഗലി വെങ്കയ്യാണ്. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ദേശീയ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരെയാണ്? പിംഗലി വെങ്കയ്യാണ് ദേശീയ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2009-ലാണ്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയത് എന്നാണ്? 2009. അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ്? 24 അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം. അശോക ചക്രത്തിന്റെ നിറം എന്താണ്? നാവിക നീല. അശോക ചക്രത്തിന്റെ നിറം നാവിക നീലയാണ്. അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം 24. ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതി എന്താണ്? ദീർഘചതുരാകൃതിയാണ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതി എന്താണ്? ദീർഘചതുരാകൃതി. പതാകകളെ കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? വെക്സിലോളജി എന്നറിയപ്പെടുന്നു. അപ്പോൾ പതാകകളെ കുറിച്ചുള്ള പഠനം എന്താണ്? വെക്സിലോളജി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, 42. അപ്പോൾ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 42-ാം ഭരണഘടനാ ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണേത്? 42-ാം ഭരണഘടനാ ഭേദഗതി. 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി. 42-ാം ഭരണഘടനാ ഭേദഗതി വരുത്തിയത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 42-ാം ഭരണഘടനാ ഭേദഗതി വരുത്തിയത്.
ഫോറൻസിക് കമ്മിറ്റി. ഇപ്പോഴുള്ള മൗലിക കടമകളുടെ എണ്ണം എത്രയാണ്? മൗലിക കടമകൾ എത്രയാണ്? ഇപ്പോൾ 11 മൗലിക കടമകളാണുള്ളത്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി എത്രയാണ്? 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. ഇപ്പോഴുള്ള മൗലിക കടമകളുടെ എണ്ണം എത്രയാണ്? 11 മൗലിക കടമകളാണ്. പ്രാഥമിക വിദ്യാഭ്യാസം മാറ്റിയ ഭേദഗതി ഏതാണ്? 2002 86-ാം ഭരണഘടനാ ഭേദഗതിയാണ് പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതെന്ന് കണ്ടെത്തുക. ഇതിൽ ആൻസർ ഇല്ല. പേരാലാണ് ദേശീയ വൃക്ഷം. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? പേരാലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ആനന്ദമഠം. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്? ആനന്ദമഠത്തിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏതിൽ നിന്നുമാണ്? ആനന്ദമഠത്തിൽ നിന്നും. ആനന്ദമഠം പ്രസിദ്ധീകരിച്ച വർഷം 1882 ആനന്ദമഠം പ്രസിദ്ധീകരിക്കുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി ആരംഭിച്ച ബംഗാളി പത്രം ഏതാണ്? ബംഗദർശനാണ്. ഏതാണ്? ബംഗദർശൻ. ബങ്കിം ചന്ദ്ര ചാറ്റർജി ആരംഭിച്ച ബംഗാളി പത്രം ഏതാണ്? ബംഗദർശനാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഇംഗ്ലീഷ് നോവലാണ് രാജ്മോഹൻസ് വൈഫ്. എന്താണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഇംഗ്ലീഷ് നോവല്? രാജ്മോഹൻസ് വൈഫ് എന്നതാണ്. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസികയാണ് കർമ്മയോഗി. അപ്പോൾ കർമ്മയോഗി എന്ന മാസികയിലാണ് വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ചത്. വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചത് 1950 ജനുവരി 24 അപ്പോൾ വന്ദേ മാതരത്തെ ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം എന്നാണ്? 1950 ജനുവരി 24 വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗമാണ് ദേശരാഗം. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതാണ്? ദേശരാഗം. അടുത്ത ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അയിത്ത നിർമാർജനം. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏതാണ്? അയിത്ത നിർമാർജനം. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 17. അപ്പോൾ തൊട്ടുകൂടായ്മയും അയിത്തവും നിരോധിക്കുന്ന അനുച്ഛേദം എത്രയാണ്? അനുച്ഛേദം 17. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ് ഏതാണ്? അനുച്ഛേദം 17. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യത്തെ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. 1993 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12 അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായതെന്ന് 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ നിയമം എന്നാണ്? 1993 സെപ്റ്റംബർ 28. 1993 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായതെന്നാണ്? 1993 ഒക്ടോബർ 12. അടുത്ത ക്വസ്റ്റ്യൻ, മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്, പയ്യന്നൂർ.
അപ്പോൾ മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയായിരുന്നു? പയ്യന്നൂരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് എന്നാണ്? 1924 നവംബർ 1-നാണ്. 1924 നവംബർ 1-നാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാഥ സംഘടിപ്പിക്കപ്പെട്ടത്. എവിടെ മുതൽ എവിടം വരെ ആയിരുന്നു? വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്കാണ് സവർണജാഥ സംഘടിപ്പിച്ചത്. എവിടെ നിന്നുമാണ്? വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്കാണ് സവർണജാഥ സംഘടിപ്പിച്ചത്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് സവർണജാഥ സംഘടിപ്പിച്ചത്? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് സവർണജാഥ സംഘടിപ്പിച്ചത്. സവർണജാഥയുടെ അവസാനം മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? സേതു ലക്ഷ്മിഭായിക്കാണ്. ആർക്കാണ്? സേതു ലക്ഷ്മിഭായിക്കാണ് നിവേദനം സമർപ്പിക്കപ്പെട്ടത്. സേതു ലക്ഷ്മിഭായിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ സി ആണ്, 2005-ലാണ്. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 2005-ലാണ്. വിവരാവകാശ നിയമം 2005-ലെ 12-ാം വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത്. അപ്പോൾ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന 3-അംഗ സമിതിയിലെ അംഗങ്ങളാണ് പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. ഇത്രയും പേരാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന 3-അംഗ സമിതിയിലെ അംഗങ്ങൾ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വ്യക്തി ആരാണ്? മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി വജാഹത്ത് ഹബീബുള്ളയാണ്. ആരാണ്? വജാഹത്ത് ഹബീബുള്ള. ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി. ആദ്യത്തെ വനിത ആരാണ്? ദീപക് സന്ധു ആണ് ആദ്യ വനിത. ദീപക് സന്ധു. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണേത്? പ്രാചീന മലയാളം. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണേത്? പ്രാചീന മലയാളം. പരശുരാമന്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർത്ത കൃതിയാണേത്? പ്രാചീന മലയാളം. അവർണർക്കും വേദം പഠിക്കാം എന്ന് ചട്ടമ്പി സ്വാമികൾ വാദിച്ച കൃതിയാണ് വേദാധികാര നിരൂപണം. ഏതാണ്? വേദാധികാര നിരൂപണം. അത് ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ. വേദാധികാര നിരൂപണം. ഇത് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്, വേദാധികാര നിരൂപണവും. അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവർണർക്കും വേദം പഠിക്കാം എന്ന് ചട്ടമ്പി സ്വാമികൾ വാദിച്ച കൃതിയാണേത്? വേദാധികാര നിരൂപണം. ഏറ്റവും വലിയ കൃതി ഏതാണ്? പ്രാചീന മലയാളമാണ് ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി. അടുത്ത ക്വസ്റ്റ്യൻ, വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, അയ്യങ്കാളി. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ്. കല്ലുമാല സമരം നടന്നത് 1915-ലാണ് കല്ലുമാല സമരം നടക്കുന്നത്. അതിന്റെ മറ്റൊരു പേരാണ് പെരിനാട്ട് ലഹള എന്നും അറിയപ്പെടുന്നു. എന്താണ് കല്ലുമാല സമരത്തിന്റെ മറ്റൊരു പേര്? പെരിനാട് ലഹള. കല്ലുമാല സമരം നടന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ പെരിനാടാണ് കല്ലുമാല സമരം നടന്നത്. കൊല്ലം ജില്ലയിലെ പെരിനാടാണ്. 1915-ലാണ്. കല്ലുമാല സമരത്തിന്റെ ഓർമ്മയ്ക്കായി കല്ലുമാല സ്ക്വയർ നിലവിൽ വരുന്നത് കൊല്ലത്താണ്. അപ്പോൾ കല്ലുമാല സമരം നടന്നത് കൊല്ലം ജില്ലയിലെ പെരിനാടാണ്. 1915-ലാണ്. ഇത് സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ്. പെരിനാട്ട് ലഹള എന്നും അറിയപ്പെടുന്ന ഏതാണ്? കല്ലുമാല സമരമാണ് പെരിനാട്ട് ലഹള എന്നും അറിയപ്പെടുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, തൃശ്ശൂരാണ്. ഇലക്ട്രിസിറ്റി സമരം എന്നാണ് 1936 ഇലക്ട്രിസിറ്റി സമരം നടക്കുന്നത്. എവിടെയാണ്? തൃശ്ശൂരാണ്. കേരളത്തിലെ ജനകീയ സമരങ്ങളിലേക്ക് ക്രിസ്ത്യാനികൾ പങ്കെടുക്കാൻ തുടങ്ങിയ സമരമാണേത്? വൈദ്യുതി സമരം അഥവാ ഇലക്ട്രിസിറ്റി സമരം. എന്നാ നടന്നത്? 1936. വൈദ്യുതി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതാണ് AR മേനോൻ, ഇക്കണ്ട വാര്യർ, ഇയുണ്ണി. ആരൊക്കെയാണ്? AR മേനോൻ, ഇക്കണ്ട വാര്യർ, ഇയുണ്ണി. ഇവരൊക്കെയാണ് ഇലക്ട്രിസിറ്റി സമരത്തിന് നേതൃത്വം നൽകിയത്. തൃശൂരിൽ വൈദ്യുതി വിതരണം സ്വന്തമാക്കിയ കമ്പനിയാണ് മദ്രാസിലെ ചാന്ദ്രി കമ്പനി. ഇതാണ് പിന്നീട് തൃശൂർ കോർപ്പറേഷൻ ഏറ്റെടുത്തത്. കേരളത്തിലെ ജനകീയ സമരങ്ങളിലേക്ക് ക്രിസ്ത്യാനികൾ പങ്കെടുക്കാൻ തുടങ്ങിയ ആദ്യത്തെ സമരമാണിത്, വൈദ്യുതി സമരം. തൃശൂരിൽ വൈദ്യുതി വിതരണം നടത്തുന്നതിന് ഒരു സ്വകാര്യ കമ്പനിക്ക് അനുവാദം നൽകിയ ദിവാൻ ഷൺമുഖം ചെട്ടിക്കെതിരായി നടത്തിയ പ്രക്ഷോഭമാണിത്, 1936 വൈദ്യുതി പ്രക്ഷോഭം. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, അരുവിപ്പുറം. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? അരുവിപ്പുറമാണ്. അരുവിപ്പുറം പ്രതിഷ്ഠ എന്നാണ് 1888. അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണികഴിപ്പിച്ച വർഷം 1887 ശിവക്ഷേത്രം പണികഴിപ്പിച്ചത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നിങ്ങനെ എഴുതിയിരിക്കുന്നത് എവിടെയാണ്? അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചതെന്നാണ്? 1913 ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. എന്നാണ്? 1913. അപ്പോൾ ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. എന്നാണ്? 1913. ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന അവിടുത്തെ ആപ്തവാക്യം ഏതാണ്? ഓം സാഹോദര്യം സർവത്ര. ആലുവ അദ്വൈതാശ്രമത്തിന്റെ ആപ്തവാക്യമാണ് ഓം സാഹോദര്യം സർവത്ര എന്നത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നിങ്ങനെ എഴുതിയിരിക്കുന്ന എവിടെയാണ്? അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിലാണ്. അരുവിപ്പുറം പ്രതിഷ്ഠ എന്നാണ് 1887 ഗുരു പ്രതിഷ്ഠ നടത്തിയ ആദ്യ ക്ഷേത്രമാണ് അരുവിപ്പുറം. എവിടെയാണ്? നെയ്യാറ്റിൻകര. എവിടെയാണ്? നെയ്യാറ്റിൻകര. ഗുരു പ്രതിഷ്ഠ നടത്തിയ ആദ്യ ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ അരുവിപ്പുറം ക്ഷേത്രമാണ്. അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണികഴിപ്പിച്ചത് 1887. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, മലബാർ ആണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖലയാണ് മലബാർ. വടക്കൻ മലബാറിന്റെ ആസ്ഥാനമായിരുന്നത് തലശ്ശേരിയാണ്. വടക്കൻ മലബാറിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? തലശ്ശേരി. തെക്കൻ മലബാറിന്റെ ആസ്ഥാനം ചെർപ്പുളശ്ശേരി ആയിരുന്നു. ഏതാണ്? ചെർപ്പുളശ്ശേരി. തെക്കൻ മലബാറിന്റെ ആസ്ഥാനം ചെർപ്പുളശ്ശേരിയും വടക്കൻ മലബാറിന്റെ ആസ്ഥാനം തലശ്ശേരിയും ആയിരുന്നു. ബ്രിട്ടീഷുകാർ മലബാറിനെ വടക്കൻ മലബാർ എന്നും തെക്കൻ മലബാർ എന്നും 2 ഭരണമേഖലകളായി വിഭജിച്ചത് 1793 മാർച്ച് 30 എന്നാണ്? 1793 മാർച്ച് 30 മേൽമുണ്ട് സമരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിലുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങൾ ഒന്നായിരുന്നു ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ചാന്നാർ ലഹള. മേൽമുണ്ട് സമരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങൾ ഒന്നായിരുന്നു ഏത്? ചാന്നാർ ലഹള. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ചാന്നാർ ലഹളയാണ്. എന്നാണ് ചാന്നാർ ലഹള? 1859 ചാന്നാർ ലഹള. എന്നാണ്? 1859. ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചാന്നാർ സ്ത്രീകൾക്ക് കുപ്പായം കൊണ്ട് ശരീരം മറയ്ക്കാൻ അനുവാദം നൽകിയ ദിവാൻ ആരായിരുന്നു? കേണൽ മൺട്രോ. ആരാണ്? കേണൽ മൺട്രോയാണ്. അപ്പോൾ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചാന്നാർ സ്ത്രീകൾക്ക് കുപ്പായം കൊണ്ട് ശരീരം മറയ്ക്കാൻ അനുവാദം നൽകിയ ദിവാൻ ആരായിരുന്നു? കേണൽ മൺട്രോ.
ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചതെന്നാണ്? 1859 ജൂലൈ 26-നാണ്. 1859 ജൂലൈ 26-നാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത്. സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം ഏത്? അതാണ് പാലിയം സത്യാഗ്രഹം. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം. 1947-48 കാലഘട്ടത്തിലാണ് പാലിയം സത്യാഗ്രഹം നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ്. ഇത് PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. കൊച്ചി രാജ്യപ്രജാ മണ്ഡലം രൂപീകൃതമായത് 1941 ജനുവരി 26-നാണ്. എന്നാണ് 1941 ജനുവരി 26-നാണ് കൊച്ചി രാജ്യപ്രജാ മണ്ഡലം രൂപീകൃതമായത്. കൊച്ചി രാജ്യപ്രജാ മണ്ഡലം INC-യിൽ ലയിച്ച വർഷം 1948-ലാണ്. അപ്പോൾ കൊച്ചി രാജ്യപ്രജാ മണ്ഡലം INC-യിൽ ലയിച്ചതെന്നാണ്? 1948-ലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്, രാമൻ നമ്പി. അപ്പോൾ 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരാണ്? രാമൻ നമ്പിയാണ്. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമായിരുന്നു ഏത്? കുറിച്യ കലാപം. കലാപത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? രാമനമ്പിയാണ്. ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ വധിച്ചത് 1812 മെയ് 1-ന്. 1812 മെയ് 1-ന് ബ്രിട്ടീഷുകാർ രാമനമ്പിയെ വധിച്ചു. കുറിച്യ കലാപം അടിച്ചമർത്തപ്പെട്ടത് 1812 മെയ് 8-നാണ്. കുറിച്യ കലാപം അടിച്ചമർത്തപ്പെട്ടത് എന്നാണ്? മെയ് 8-നാണ് കുറിച്യ കലാപം അടിച്ചമർത്തപ്പെട്ടത്. അപ്പോൾ കുറിച്യ കലാപം അടിച്ചമർത്തപ്പെട്ടതെന്നായിരുന്നു? 1812 മെയ് 8-നാണ് കുറിച്യ കലാപം അടിച്ചമർത്തപ്പെട്ടത്. 1812 മെയ് 1-ന് ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ വധിച്ചു. കുറിച്യ കലാപത്തിൽ കുറിച്യരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗം ഏതാണ്? കുറുമ്പരാണ്. ആരാണ്? കുറുമ്പർ. കുറിച്യ കലാപത്തിൽ കുറിച്യരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗം ഏതാണ്? കുറുമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? അത് പെരിയാറാണ്. ഏതാണ്? പെരിയാർ നദിയിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി ജില്ലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കബനി നദിയാണ്. കേരളത്തിൽ ആകെ എത്ര നദികളാണുള്ളത്? 44 നദികളുണ്ട്. ഇതിൽ 41 എണ്ണം പടിഞ്ഞാറോട്ട് ഒഴുകുന്നു, 3 എണ്ണം കിഴക്കോട്ടും ഒഴുകുന്നു. കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ. ആകെ എത്ര നദികളാണ്? 44 നദികൾ. പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് 41, കിഴക്കോട്ട് 3 എണ്ണം, കബനി, ഭവാനി, പാമ്പാർ. കബനി നദി ഒഴുകുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട്. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ നിന്നും ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് കബനിയാണ്. കേരളത്തിൽ നിന്നും ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണേത്? കബനി നദി. തമിഴ്നാട്ടിലേക്കാണ് ഒഴുകുന്ന നദി ഏതൊക്കെയാണ്? ഭവാനിയും പാമ്പാറും തമിഴ്നാട്ടിലേക്കാണ് ഒഴുകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ചിന്നാർ. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്? ചിന്നാറാണ്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് തട്ടേക്കാട്. ഏതാണ്? തട്ടേക്കാടാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം. 1983-ലാണ്. 1983. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കുമരകം പക്ഷി സങ്കേതം. മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ചുളന്നൂരാണ്. ചുളന്നൂർ പാലക്കാട് ജില്ലയിലാണ് ചുളന്നൂർ. അപ്പോൾ മയിലുകളുടെ സംരക്ഷണത്തിനായിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ചുളന്നൂരാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏതാണ്?
തട്ടേക്കാടാണ്. തട്ടേക്കാട് ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ് തട്ടേക്കാട്. എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ് തട്ടേക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷിസങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതമാണ് മംഗളവനം പക്ഷിസങ്കേതം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതം ഏതാണ്? മംഗളവനമാണ്. മംഗളവനം ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ് മംഗളവനം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്താണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ആനമല നിരകളിലെ പോത്തന്നൂരിന് അടുത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ കായിക താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. അഞ്ജു ബോബി ജോർജ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ കായിക താരം ആരാണ്? അഞ്ജു ബോബി ജോർജ് ആണ്. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളിയാണ് KM ബീനാമോൾ. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ്? KM ബീനാമോൾ ആണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് PT ഉഷ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത ആര്? PT ഉഷയാണ്. 1980 മോസ്കോ ഒളിമ്പിക്സിലാണ്. ഏത് ഒളിമ്പിക്സ് ആണ്? 1980 മോസ്കോ ഒളിമ്പിക്സിലാണ്. ഒളിമ്പിക്സ് അത്ലറ്റിക്സ് സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ഷൈനി വിൽസൺ. അപ്പോൾ ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ഷൈനി വിൽസൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏതു ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് നീണ്ടകര. സേതുലക്ഷ്മിഭായ് പാലം എന്നറിയപ്പെടുന്ന പാലം നീണ്ടകര പാലമാണ്. സേതുലക്ഷ്മിഭായ് പാലം എന്നറിയപ്പെടുന്നത് എന്താണ്? സേതുലക്ഷ്മിഭായ് പാലം എന്നറിയപ്പെടുന്ന പാലം ഏതാണ്? നീണ്ടകര പാലമാണ്. കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? നീണ്ടകരയാണ്. കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ നീണ്ടകരയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഇരവികുളം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ദേവികുളം താലൂക്കിലാണ്. ഏത് താലൂക്കാണ്? ദേവികുളം താലൂക്കിലാണ്. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് വരയാട്. ഏതാണ്? വരയാടാണ് സംരക്ഷിക്കപ്പെടുന്നത്. അതിന്റെ മറ്റൊരു പേരെന്താണ്? നീലഗിരി താറ്. ഇരവികുളം പാർക്കിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് 1975 വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത്. 1978 ഇരവികുളം പാർക്കിനെ ദേശീയ ഉദ്യാനമായിട്ട് ഉയർത്തി. അപ്പോൾ ദേശീയോദ്യാനമായിട്ട് ഉയർത്തിയത് 1978. വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് 1975. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ശാസ്താംകോട്ട കായൽ. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഏതാണ്? ശാസ്താംകോട്ട കായലാണ് കായലുകളുടെ രാജ്ഞി എന്ന് അറിയപ്പെടുന്നത്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിന്റെ ആകൃതിയിലുള്ള കായലാണ് ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? വെള്ളായണി കായലാണ് കേരളത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം. കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ് മാനാഞ്ചിറ തടാകം. ഇതെവിടെയാണ്? കോഴിക്കോടാണ് മാനാഞ്ചിറ തടാകം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? പൂക്കോട് തടാകം. എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്ന്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1956 നവംബർ 1. 1956 കേരളം രൂപീകൃതമാകുമ്പോൾ എത്ര സംസ്ഥാനങ്ങളാണ് ഉണ്ടായിരുന്നത്? 5 സംസ്ഥാനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, പിന്നെ ഏതാണ്? കോട്ടയം, അടുത്തത് ഏതാണ്? തൃശ്ശൂർ, മലബാർ. ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. ഇത്രയും ജില്ലകളായിരുന്നു കൊല്ലം
കേരളം നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നത്. കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകളാണ് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ. കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വരുന്നത്. കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകളാണ് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ. കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന താലൂക്കുകൾ ഏതൊക്കെയാണ്? കാസർഗോഡും ഹോസ്ദുർഗും താലൂക്കുകൾ തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്നു. ഇത് കേരളത്തോട് കൂട്ടിച്ചേർത്തു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ബാലഗംഗാധര തിലകൻ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ആരാണ്? ബാലഗംഗാധര തിലകനാണ്. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ബാലഗംഗാധര തിലകനെയാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. മറ്റെന്തെല്ലാം വിശേഷണങ്ങളാണ് അദ്ദേഹത്തിനുള്ളത് നോക്കാം. മറാത്ത കേസരി, ലോകമാന്യ, ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ്, ഇന്ത്യയുടെ കിരീടം വയ്ക്കാത്ത രാജകുമാരൻ, അവിഭക്ത ഇന്ത്യയുടെ പിതാവ്, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? ബാലഗംഗാധര തിലകനെയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ബാലഗംഗാധര തിലകിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ്. മറാത്ത കേസരി, ലോകമാന്യ, ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ്, ഇന്ത്യയുടെ കിരീടം വയ്ക്കാത്ത രാജകുമാരൻ, അവിഭക്ത ഇന്ത്യയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? ബാലഗംഗാധര തിലകിനെയാണ്. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്ന ആരെയാണ്? അത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അഹമ്മദാബാദ് മിൽ സമരം. അഹമ്മദാബാദ് മിൽ സമരം നടക്കുന്ന എന്നാണ്? 1918 ഇതെവിടെയാണ്? ഗുജറാത്തിലാണ് അഹമ്മദാബാദ് മിൽ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം ഏതാണെന്ന് ചോദിച്ചാൽ അത് അഹമ്മദാബാദ് മിൽ സമരമാണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരനാണ്. ചമ്പാരൻ എവിടെയാണ്? ബീഹാറിലാണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹമാണ് ഖേദ സത്യാഗ്രഹം. ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹമാണ് ഖേദ സത്യാഗ്രഹം. ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണ് ബർദോളി സത്യാഗ്രഹം. ബർദോളി സത്യാഗ്രഹം 1928 അപ്പോൾ ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരം ഏതാണ്? ബർദോളി സത്യാഗ്രഹമാണ് 1928. ബർദോളി സമരത്തിന് നേതൃത്വം നൽകിയതാരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, റാഷ് ബിഹാരി ബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ചുമതല ഏറ്റെടുത്ത വർഷം എന്നാണ്? 1943 സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ചുമതല ഏറ്റെടുക്കുന്നത്. തേഭാഗ സമരം നടന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബംഗാളിലാണ് തേഭാഗ സമരം നടക്കുന്നത്. തേഭാഗ സമരത്തിന്റെ നേതാക്കളായിരുന്നു കംബ്രാം സിംഗും ഭവൻ സിംഗും. ആരൊക്കെയാണ്? കംബ്രാം സിംഗ്, ഭവൻ സിംഗ്. അവര് ഏത് സമരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? തേഭാഗ സമരവുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് വ്യക്തികളാണ് കംബ്രാം സിംഗും ഭവൻ സിംഗും. 1946-47 കാലഘട്ടത്തിൽ നടന്ന സമരമാണ് ഏത്? തേഭാഗ സമരം. ബംഗാളിലാണ് നടന്നത്. കർഷകർക്കെതിരെ മേൽ ചുമത്തിയ അമിത നികുതിക്കെതിരെ നടന്ന സമരമായിരുന്നു ഇത് തേഭാഗ സമരം. അടുത്ത ക്വസ്റ്റ്യൻ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സംവാദ് കൗമുദി. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം ഏതാണ്? സംവാദ് കൗമുദിയാണ്. ഒരു ഇന്ത്യൻ ഭാഷയിൽ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പത്രമാണിത്, സംവാദ് കൗമുദി. വിവേകാനന്ദൻ ആരംഭിച്ച ബംഗാളി മാസികയാണ് ഉദ്ബോധൻ. ഉദ്ബോധൻ അപ്പോൾ ആരുടെയാണ്? വിവേകാനന്ദന്റെയാണ് ഉദ്ബോധൻ. വിവേകാനന്ദൻ ആരംഭിച്ച ബംഗാളി മാസികയാണ് ഉദ്ബോധൻ. ബാലഗംഗാധര തിലക് ആരംഭിച്ച പ്രമുഖ പ്രസിദ്ധീകരണങ്ങളാണ് കേസരിയും മറാത്തയും. ഇതൊക്കെയാണ് കേസരി, മറാത്ത.
കേസരി മറാത്ത പത്രവും മറാത്ത ഇംഗ്ലീഷ് പത്രവുമായിരുന്നു. അപ്പോൾ ബാലഗംഗാധര തിലക് ആരംഭിച്ച പ്രമുഖ പ്രസിദ്ധീകരണങ്ങളായിരുന്നു കേസരിയും മറാത്തയും. അതിൽ കേസരി എന്ന് പറയുന്നത് മറാത്ത പത്രവും മറാത്ത ഇംഗ്ലീഷ് പത്രവുമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് 1929 ലാഹോർ സമ്മേളനം. ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? നെഹ്റു ആയിരുന്നു. ജവഹർലാൽ നെഹ്റു ആണ് ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ലാഹോർ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ തുടർന്ന് സ്വാതന്ത്ര്യത്തിന്റെ സ്മരണാർത്ഥം അർദ്ധരാത്രിയിൽ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയതെന്നാണ്? 1929 ഡിസംബർ 31-നാണ്. ഡിസംബർ 31. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ച വർഷം? 1930 ജനുവരി 26-നാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചത്. എന്നാണ്? 1930 ജനുവരി 26-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി ആര്? ആൻസർ ഓപ്ഷൻ ഡി ആണ് VP മേനോൻ. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ തലവനായ മലയാളിയായിരുന്നു ആര്? VP മേനോൻ. VP മേനോൻ എഴുതിയ പുസ്തകങ്ങളാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ദ സ്റ്റോറി ഓഫ് ദി ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഏതൊക്കെയാണ്? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ദി സ്റ്റോറി ഓഫ് ദി ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? അത് സർദാർ വല്ലഭായ് പട്ടേലാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായത് 1953 ഒക്ടോബർ 1-നാണ് ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമാകുന്നത്. 1956 നവംബർ 1-ന് ഹൈദരാബാദിലെ 9 ജില്ലകൾ ആന്ധ്ര സംസ്ഥാനത്തിനോട് കൂട്ടിച്ചേർത്തിട്ടാണ് ആന്ധ്രാപ്രദേശ് എന്ന് പുനർനാമകരണം ചെയ്തത്. അപ്പോൾ ആന്ധ്ര സംസ്ഥാനം രൂപം കൊള്ളുന്നത് 1953 ഒക്ടോബർ 1-നാണ്. 1956 നവംബർ 1-ന് ഹൈദരാബാദിലെ 9 ജില്ലകൾ ആന്ധ്ര സംസ്ഥാനത്തോട് കൂട്ടിച്ചേർത്തിട്ട് ആന്ധ്രാപ്രദേശ് എന്ന് പുനർനാമകരണം ചെയ്തു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.